ഭക്ഷണത്തിലും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണം വരുന്നുവെന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ആദ്യ നിയന്ത്രണം നേരിട്ട് ബാധിക്കുക ബേക്കറി ഐറ്റംസിനെ ആയിരിക്കും. ജിലേബി, സമൂസ തുടങ്ങിയ എണ്ണയിൽ നിർമ്മിച്ചതും മധുര പദാർത്ഥങ്ങൾക്കുമാകും ആദ്യ നിയന്ത്രണം നിലവിൽ വരിക. ലഘുഭക്ഷണങ്ങളിൽ വലിയ മാറ്റം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ നീക്കം. കൊഴുപ്പും അമിതമായ എണ്ണയും മധുരവും ഉപയോഗിക്കുന്നതിനെതിരായ പ്രചരണം കേന്ദ്ര സർക്കാർ നേരത്തെ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി CBSE സ്കൂളുകളിലടക്കം സുരക്ഷാ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ഇതിന്റെയെല്ലാം തുടർച്ചയായി വേണം പുതിയ നീക്കത്തെ നോക്കിക്കാണാൻ. നിലവിൽ പുകയില ഉൽപ്പന്നങ്ങളിൽ ഉള്ളതിന് സമാനമായി പഞ്ചസാരയുടെയും എണ്ണയുടെയും കൊഴുപ്പിന്റെയും അളവ് കൃത്യമായി പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഇനി എണ്ണയിൽ പാകം ചെയ്തതും മധുരവും കൊഴുപ്പും കൂടുതലുമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ തന്നെ അതിന്റെ കൃത്യമായ അളവ് രേഖപ്പെടുത്തേണ്ടി വരും. ഉദാഹരണത്തിന് 100 ഗ്രാം സമൂസ കഴിച്ചാൽ 120നും 200നും ഇടയിലുള്ള കലോറിയാണ് നമ്മുടെ ഉള്ളിൽ ചെല്ലുക. അത് മാംസമടങ്ങിയതാണെങ്കിൽ 300ന് മുകളിൽ പോകും. കാർബോഹൈഡ്രേറ്റ് 82%, ഫാറ്റ് 13%, പ്രോട്ടീൻ 5%വുമാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് കഴിച്ചാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ അറിഞ്ഞു കഴിക്കാനാണ് പുതിയ നിയന്ത്രണം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിനാൽ തന്നെ ഈ നിയമം ഒരിക്കലും ഭക്ഷണം വിലക്കലല്ല, അവബോധം സൃഷ്ടിക്കൽ മാത്രമാണ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നയം. കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഭക്ഷണശാലകൾ, ക്യാൻറ്റീൻ, കഫ്തീരിയ എന്നിവിടങ്ങളിലാവും ആദ്യം ഇത് നടപ്പിലാക്കുക. ഇതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കാരുടെ അമിതവണ്ണത്തിന് നിയന്ത്രണം കൊണ്ടുവരിക എന്നതാണ്. 2050 ആകുമ്പോഴേക്കും 44 കോടിയിലധികം ഇന്ത്യക്കാർ അമിതഭാരമുള്ളവരാകുമെന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ 50 വയസ്സിന് മുകളിലുള്ള 5-ൽ-1 അമിതഭാരമെന്നാണ് കണക്കുകൾ പറയുന്നത്. കുട്ടികളിലെ തെറ്റായ ഭക്ഷണക്രമവും വ്യായാമമില്ലായ്മയും കുട്ടികളിലും അമിതഭാരം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതും ഏവരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ജിലേബി, സമൂസ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിലാകും ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുക. ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാവുമെന്ന് കാത്തിരുന്ന് കാണാം.